ഞാനൊരു ഷൂട്ടിന് പോയപ്പോ റോഡിലൂടെ ഇങ്ങനെ നടക്കാണ്. അപ്പൊ എന്നെ കണ്ടിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ കൈ ഇങ്ങനെ പൊക്കി ചിരിച്ചു. എന്നിട്ട് വളരെ ഗൗരവത്തോടുകൂടി നിങ്ങളെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ തമാശക്ക് പറഞ്ഞു ഞങ്ങളെ നാട്ടുകാരനാന്ന് പറഞ്ഞു. ഇവര് ചിരിച്ചില്ല. എന്നിട്ട് നടന്നിട്ട് ഞാൻ പറഞ്ഞു ഹലോ അല്ലല്ല നിങ്ങളെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ആള് വളരെ ഗൗരവത്തിൽ അങ്ങ് പോയി. ഷൂട്ടിന്റെ ഇടയിൽ ഞങ്ങള് വെള്ളം കുടിക്കാനായിട്ട് ആ കടയിൽ അയാൾ ഷോപ്പിലാ, ഗ്രോസറിയിലെ ഓണറാ. ഗ്രോസറി കയറി എന്റെ കൂടെ നിന്ന് ചങ്ങായി ഒരു വെള്ളം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഉണ്ട് എടുത്തോന്ന് പറഞ്ഞു. ഭയങ്കര കുറച്ച് റഫായിട്ടാ. ഒന്നുകൂടെ വേണോന്ന് പറഞ്ഞു. 3 ബോട്ടിൽ എന്ന് പറഞ്ഞു. 3 ബോട്ടിൽ വാട്ടർ എന്ന് പറഞ്ഞു. ഈ വെള്ളം എന്ന് പറയുമ്പോഴൊക്കെ ഇയാള് മുഖം ഭയങ്കര റൂഡ്. അപ്പൊ ഞാൻ പറഞ്ഞ തമാശ മൂപ്പർക്ക് പിടിച്ചില്ലേ എന്ന് എനിക്ക് ഞാൻ അങ്ങനെ കരുതുന്നത്. പൈസ കൊടുക്കാനായിട്ട് പോയപ്പോ മൂപ്പര് മേടിക്കുന്നില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്തെന്ന് ചോദിച്ചു ഇല്ല സാഹിബ് പൈസ വെച്ചോന്ന് പറഞ്ഞു. ഇല്ല ഞാൻ വേറൊരു ഹാലിലാണ്. എന്റെ പെങ്ങളെ മോള് വെള്ളത്തിൽ പോയി. നിങ്ങൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും, കോഴിക്കോട് കുറ്റിയാടിയിൽ ഇന്നലെ ഒരു കുട്ടി 21 വയസ്സുള്ള മോള കുളിക്കാൻ ഇറങ്ങിയപ്പോൾ വെള്ളത്തിൽ പോയി. മൂപ്പര് വെള്ളം എന്ന് പറയുന്ന വിഷയം കേട്ട് ഇടങ്ങേറായി നിൽക്കുക. ആ മൂപ്പരടുത്താ നമ്മൾ പോയി ഒരു വെള്ളം 2 വെള്ളം 3 വെള്ളം എന്നൊക്കെ പറയുന്നത്. മൂപ്പര് വെള്ളം കൊണ്ട് ഇടങ്ങേറായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പേ നമ്മൾ പോയി വെള്ളത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷവും നമ്മുടെ ആവശ്യമൊക്കെ നമ്മൾ പറയാം. കൂടപ്പുറപ്പിന്റെ കുഞ്ഞിനെ വെള്ളത്തിൽ പോയി അത് മരണപ്പെട്ടു എന്ന് വാർത്ത അറിഞ്ഞ് ലോസ്റ്റായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്താണ് ഞാൻ പോയി തമാശ പറഞ്ഞത്. അയാൾക്ക് ചിരിക്കാൻ പറ്റുമോ? അയാൾക്ക് വെള്ളം എടുത്തു തരാൻ പറ്റുമോ? അപ്പോൾ അയാൾക്ക് ചിരിക്കാനും വെള്ളം എടുത്തു തരാനും പറ്റില്ല. ഒരുപക്ഷെ അയാള് പൈസ വേണ്ട എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ അയാളെ പോലും അറിയത്തുപോലും ഇല്ലായിരുന്നു ഈ വിഷയം. അപ്പോ കസ്റ്റമർ ആയാലും ഏത് മനുഷ്യരായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നമുക്ക് അറിയൂല. അപ്പൊ നമ്മൾ പറയുന്ന ചിലപ്പോൾ തമാശ ചിലപ്പം അവർ സ്വീകരിക്കണമെന്നില്ല, നമ്മൾ പറയുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ അവർ എടുക്കണമെന്നില്ല എന്ന് കരുതി പിണങ്ങി പോരുത്. അവരുടെ അടുത്തോട്ട് പോകണം, ഒന്ന് ചേർത്ത് പിടിച്ചാലേ അവരുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാം.